അളിയ, പ്രായമായ ഒരു പെണ്ണ് ഈ വീട്ടിലുള്ള കാര്യം അളിയ മറക്കരുത്. ഇപ്പൊ അങ്ങനായോ? ഇപ്പോഴെങ്കിലും ഒന്ന് ഓർപ്പിച്ചല്ലോ. ആ മാപ്പിള ചെറുക്കൻ എന്തിനാ എപ്പോഴും ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? കേറി ഇറങ്ങാൻ വേണ്ടി. നാട്ടുകാർ അതുമിതും പറഞ്ഞു തുടങ്ങി. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നിനക്കെന്നെ? എന്തെങ്കിലുമല്ല, അവൻ ഈ വീട്ടിൽ കയറി നടക്കുന്നതിനെ പറ്റി അപ്പുറത്ത് സംസാരം. അളിയ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നാകരുത്. എന്തു വേണേ പറഞ്ഞു നടന്നു. എന്നോട് ചോദിക്കാൻ ഈ പടിക്കകത്ത് കയറരുത്. വന്നേ പോകാം. ഊണ് ശരിയായില്ലല്ലേ? നിറഞ്ഞു വയറും മനസ്സും. ഓ ചുമ്മാ പറയുക, തൊട്ടുകൂട്ടാൻ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പാർവതി കുഞ്ഞെ, ഇഷ്ടമുള്ളവർ വിളമ്പി തന്ന ചോറുണ്ണാൻ കറികളൊന്നും വേണ്ട. നേരാ. എന്നാ ഉണ്ട് കഴിഞ്ഞ് എനിക്കൂടി ഇച്ചിരി വിളമ്പിത്ത. ഓ പിന്നെന്താ, ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കഥയിൽ ആഗ്രഹിക്കുന്ന പോലല്ലോ ജീവിതം. ആയിരപ്പറേ കാലനാട്ട് വേണമെന്നാ എല്ലാരും പറയുന്നേ. മുടങ്ങിപ്പോയതല്ലയോ? മുടക്കം മാറ്റി ആയിക്കോട്ടെ ആയിരപ്പറ ട്രസ്റ്റിന്റെ ആരംഭം. എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്മ ഉറങ്ങിയോ പാർവതി കുഞ്ഞെ? ഞാനങ്ങോട്ട് പോവാ, കാലത്തെ വരാം. ശൗരി, നിന്നോട് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. പറയുന്നത് നന്ദി കേടാണെന്നും അറിയാം. എന്താ കൈമളത്തെയും പറഞ്ഞാട്ടെ. മോളും നീയും തമ്മിലുള്ള അടുപ്പം ലേശം കൂടുന്നില്ലേന്ന് എനിക്കൊരു പേടി. ബന്ധുക്കളെല്ലാം ശത്രുവാളയത്തിലാ, അറിയാവല്ലോ. പറയാൻ എന്തെങ്കിലും നോക്കിയിരിക്കുക അവര്. നമ്മളായിട്ട് വിഷയമൊന്നും ഉണ്ടായി കൊടുക്കരുത്. നീ ഇവിടെ വരരുത് എന്നെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നീ വരുന്നുകൊണ്ട് ഈ വീടിന് ചീത്തപ്പേരുണ്ടാവരുത് കുഞ്ഞ്. മനസ്സിലായി. സ്വന്തം ഒന്നോർത്ത് വന്നു പോകുന്ന ഈ മതിലും പടിപ്പരമൊക്കെ മറന്നുപോയി. അച്ഛൻ ശൗരിയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടുന്നു മോളെ. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്ത് സൂക്ഷിക്കണമെന്ന്? ഇപ്പൊ തന്നെ സംസാരമായിട്ടുണ്ട്. എന്ത് സംസാരം? അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല മോളെ. എന്തുകൊണ്ട്? എന്നെ എന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ഒന്നും അറിഞ്ഞില്ല എന്ന് അച്ഛൻ അഭിനയിക്കരുത്. അച്ഛന്റെ മോളല്ല ഞാൻ. അച്ഛന്റെ മനസ്സല്ല എനിക്ക്. ഇഷ്ടപ്പെട്ടു പോയി, പാടില്ല എന്ന് പറയരുത്. മറ്റേർപ്പാടുകളൊന്നുമില്ലേ? ഉണ്ട്. 4 വിട്ടോണ്ട് എന്നാലേ കലക്കാൻ പറ്റൂ. വേഗം വേണം. ഊണ് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പെണ്ണുങ്ങളെല്ലാം ഉണ്ണാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് നമുക്ക് വിസ്തരിച്ചാകാമല്ലോ. പിന്നെ വന്നാട്ടെ വന്നാട്ടെ. വാ വാ. നമ്മുടെ പാപ്പിയുടെ മോനാ ശൗരി. ഇവൻ തന്നെ ഇവിടെ കാര്യം. ഇത്ര ഏർപ്പാടൊന്നും ഇനി വേണ്ടളിയാ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇറക്ക പോയി മേടിക്ക്. അപ്പനെ ഓർത്തെങ്കിലും അന്നമൂട്ടി വളർത്തിയ ഈ വീടിന്റെ പാരമ്പര്യത്തിന് കാവൽ നിന്ന് മരിച്ച പാപ്പിയുടെ മോന ഞാൻ. എന്റേതെന്ന് പറയാൻ
എനിക്കിനി ഇത് മാത്രമേ ഉള്ളൂ. ഈ അവകാശമെങ്കിലും നിഷേധിക്കരുത് കൈമളത്തെ. അച്ഛാ ശൗരിക്ക് കൊടുത്ത എന്നെ അച്ഛാ ഈ കാണിച്ചത്? വീട്ടുകാര്യം കടന്നു പോകാനല്ലേ പറഞ്ഞത്? നിങ്ങളൊക്കെ എന്ത് കാണാനാ പറഞ്ഞിരിക്കുന്നത്? കടന്നു പോകാനല്ലേ പറഞ്ഞത്? അങ്ങനെ അങ്ങ് പിടിച്ചോണ്ട് വരാൻ പറ്റുമോ മുതലാളി? നാട്ടുകാർ ഇളകത്തില്ലയോ? വക്കീലിന്റെ വീട്ടിലെത്തിക്കും. പാതിരായ്ക്ക് ക്രിസ്മസ് ബേളം തുടങ്ങുമ്പോ ഞങ്ങൾ ഇങ്ങ് മുക്കിക്കൊണ്ടുപോകും. ഇന്നേ അത് നടക്കണം. വള്ളം മുങ്ങി താഴെ പോയി തല്ലുകൊണ്ടു പല്ലും പോയി ഇനി എന്നെ ചതിക്കല്ലേ കുറുമ്പക്കള്ളേ. നീ എങ്ങോട്ടാ ശൗരി? പോണം വാസു, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. മേടക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, അതോർത്ത് നീ വിഷമിക്കുന്ന എന്തിന്? നല്ലൊരു ക്രിസ്മസ് അല്ലേ ശൗരി? നിങ്ങൾ കൂടെ എനിക്കൊന്ന് മാറി നിൽക്കണം. ഇവിടെ വേറെ എവിടോട്ടെങ്കിലും മാറിത്തോഴേ. വേണ്ട, നിങ്ങളൊക്കെ ഇവിടെ തന്നെ കാണണം. ഈ വീട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാൻ വരണമെന്ന് തോന്നുമ്പോ. എന്താ നിന്റെ മനസ്സിൽ? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോ. ഇനി എന്തുണ്ട് മനസ്സിൽ ബാക്കിയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഞങ്ങളും കൂടെ വരാം, ബോട്ട് കെട്ടി വരെ. വേണ്ട, വരരുത്. എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ശൗരി വേണ്ട.